എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ അശ്വതി നക്ഷത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. അശ്വതി നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള സ്വഭാവങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ അല്ലയോ എന്ന് അശ്വതി നക്ഷത്രക്കാരൊന്ന് പറയണം കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. പൊതുവെ സൗന്ദര്യവും ആരോഗ്യവും ഉള്ളവരാണ് അശ്വതി നക്ഷത്രത്തിൽ പിറന്നവർ. അശ്വതി നക്ഷത്ര ദേവതയായ അശ്വിനി ദേവതകളുടെ കുതിരയുടെ ആകൃതിയിലാണ് നക്ഷത്ര സ്വരൂപമായി ഉള്ളത്. ഇത് ഈ നക്ഷത്രജാതരെ ഉത്സാഹശാലികളും ഊർജ്ജസ്വലരും ആക്കി തീർക്കുന്ന മേടം രാശി സ്വരൂപമായ കൗലോടിൻ്റെ മുന്നേറ്റ സ്വഭാവവും രാശ്യാധിപനായ കുജൻ്റെ സൈനിക സ്വഭാവവും അശ്വതി നക്ഷത്രജാതരെ ഭരിക്കുന്നു. ഇവർ പൊതുവെ സൗന്ദര്യവും ആരോഗ്യവുമുള്ളവരും വിവിധ കാര്യങ്ങളിൽ അറിവ് സമ്പാദിക്കുന്നതിനുള്ള താൽപ്പര്യം, ധൈര്യം, ബുദ്ധിശക്തി, ഗാംഭീര്യമുള്ള മുഖഭാവം, വലിയ നെറ്റി, നീണ്ട മൂക്ക്, തുളച്ചു കയറുന്ന നോട്ടം എന്നിവയെല്ലാം ഉള്ളവരാണ്. ദൃഢനിശ്ചയവും സ്ഥിരോത്സാഹവും കൂടിച്ചേരുമ്പോൾ താൻ ഉദ്ദേശിക്കുന്ന ഏത് സ്ഥാനമാണോ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് നിഷ്പ്രയാസം എത്തിച്ചേരാൻ ഈ നക്ഷത്രക്കാർക്ക് കഴിയാറുണ്ട്. അതുപോലെ തന്നെ സ്വന്തം അഭിപ്രായത്തിന് മുൻതൂക്കം നൽകുകയും താൻ ഇഷ്ടപ്പെടാത്ത മറ്റുള്ളവരുടെ അഭിപ്രായത്തെ പൂർണ്ണമായും ബന്ധിപ്പിക്കുകയും ചെയ്യുകയും എതിർത്താൽ കടുത്ത വാക്ശരങ്ങൾ നേരിടേണ്ടി വരികയും ചെയ്യാറുണ്ട്. കുടുംബാംഗങ്ങളുമായി അടുപ്പക്കുറവുള്ളവരാണ് ഇക്കൂട്ടർ. കുടുംബത്തിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും കാര്യമായ ഒരു പ്രയോജനവും തന്നെ ഇവർക്ക് കിട്ടുകയില്ല. സ്വന്തം പരിശ്രമത്താൽ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുകയും സാമ്പത്തികമായി ഉയർച്ചയും താഴ്ചയും ഒരുപോലെ അനുഭവപ്പെടുകയും ചെയ്യുന്നവരാണ് ഇക്കൂട്ടർ. പൊതുവെ പിശുക്ക് കാട്ടുന്നവരാണെങ്കിലും ആഡംബരപ്രിയരാകയാൽ ആഗ്രഹം തോന്നുന്ന സുഖഭോഗങ്ങൾ അനുഭവിക്കാൻ താല്പര്യവും കാണിക്കും. ജീവിതത്തിൽ അടുക്കും ചിട്ടയും വേണമെന്ന് നിർബന്ധമുണ്ടെങ്കിലും ഇത് സ്വന്തം കാര്യത്തിൽ പ്രാവർത്തികമാകുകയില്ല. ദാമ്പത്യ ജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കുമെങ്കിലും ചില കാര്യങ്ങളിൽ അപൂർണത അനുഭവപ്പെടും. ജീവിത പങ്കാളിയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു സഹകരണം ഇവർക്ക് കിട്ടിയെന്ന് വരില്ല. സന്താന സൗഭാഗ്യം ഉള്ളവരാണ് ഈ നക്ഷത്രക്കാർ. ഇനി നമുക്ക് നാളെ ഭരണി നക്ഷത്രത്തെക്കുറിച്ച് അറിയാം. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.